കൊണ്ടുവന്നത്. മോൻ വിഷമിക്കണ്ട. ഒരു മാസം കൊണ്ട് 10-15 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കണമെന്ന് വെച്ചാ കൂട്ടിയാ കൂടൂ. ആര് തരാനാണ്? എവിടെ നിന്ന് കിട്ടാനാണ്? ഇല്ലെങ്കിൽ മോനെ ആ രാക്ഷസി കൊണ്ടുപോകും. മോനെന്താ ഒന്നും ഉണ്ടാത്തത്? ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും കാശുണ്ടാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ജാക്ക്പോട്ട്. ആകെ അറിയാവുന്ന ഒരു ജോലിയാ. അത് വെച്ച് തന്നെ പരീക്ഷണം നടത്താം. വിന്നി അടുത്ത റേസിലിറക്കി. എന്താ? നല്ല കാര്യം. പക്ഷേ റേസിൽ ഓണറും ജോക്കിയും ഒരാളാവാൻ പാടില്ലെന്നല്ലേ ക്ലബിന്റെ നിയമം? അതിനെ സഹായിക്കാൻ ഒരാളുണ്ട്, ബുക്കി സുന്ദരം. റേസ് ക്ലബിൽ അയാൾ വിന്നിയെ ബാക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിന്നിയെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ മെതുക? മോനല്ലേ ഓടിക്കുന്നത്, പിന്നെന്താ? കൊല്ലാൻ കൊണ്ടുപോയിടത്തുനിന്ന് പോറ്റാൻ വാങ്ങിച്ചോനല്ലേ നീ. വിന്നി നമ്മൾ ചതിക്കൂല. പക്ഷേ സുന്ദരത്തിന് സംശയമുണ്ട്. വലിയ എമൗണ്ട് ബെറ്റ് ചെയ്യുന്നതല്ലേ. അയാൾക്ക് വിന്നിയെ ഓടിച്ചു കാണണം, ബോധ്യപ്പെടണം. നമസ്കാരം. നമസ്കാരം. എന്താ ഗൗതം, റെഡിയാണോ? ഓ, കമോൺ. മാസ്റ്റർ റെഡി. 1 2 3. ഗൗതം, വിന്നിയുടെ ടൈമിംഗ് കൊള്ളാം. പരിക്കേറ്റിട്ട് ഓടിയത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു റേസിന്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടില്ല. ഷീ വിൽ കം അപ്പ് സർ. 1-2 റൺ കൂടെ കഴിയുമ്പോൾ വിന്നി പിക്കപ്പ് ചെയ്തോളൂ. സോറി, ഐ ഡോണ്ട് ബിലീവ്. മിസ്റ്റർ സുന്ദരം, എന്നെ നിങ്ങൾക്ക് വിശ്വാസമല്ലേ? ഓടിക്കുന്ന കുതിരയിലേ ഇല്ലാത്തത്. ഈ ചാൻസ് എനിക്ക് നഷ്ടപ്പെടുത്തിക്കൂടാ സർ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആവശ്യമാണത്. എൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ള ഏക വഴി. എന്നെ സഹായിക്കണം സർ. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഗ്യാരണ്ടി? ഈ വാക്കല്ലാതെ എനിക്ക് നഷ്ടപ്പെടുന്ന തുക തിരിച്ചു തരാനാവുമോ നിങ്ങൾക്ക്? സോറി മിസ്റ്റർ ഗൗതം. Why you came here, man? ആന്റിക്ക് ഡേവിഡിനെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് അവരെ കണ്ട. I don't want to see her. ഡേവിഡ്, you are a fool, an idiot. ചെല്ല, രാവിലെ വന്ന് എന്റെ ടെമ്പർ കേട്ടണ്ട. നിന്റെ മമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പാവം, ഈ ഓൾഡ് ഏജിൽ പള്ളിയും പ്രാർത്ഥനയുമായി കഴിയുന്നവർക്ക് എന്റെ പപ്പിയുമായി അഫയർ ഉണ്ടെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി ഡേവിഡ്? അവർ രണ്ടുപേരും കൂടി മാരേജിനെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടതല്ലേ? യു ആർ മിസ്റ്റേക്കൻ ഡേവിഡ്. അവർ ഡിസ്കസ് ചെയ്തത് എന്റെ മാരേജിനെ പറ്റിയാ. യുവർ മാരേജ്? യെസ് ഡേവിഡ്. പപ്പ എന്നെ കമ്പൽ ചെയ്തു ആ ഡോക്ടർ അലക്സാണ്ടറുമായിട്ട്. എന്നിട്ട് നീ അത് എഗ്രി ചെയ്തു അല്ലേ? ഡു യു തിങ്ക് സോ? ഇല്ല ഡേവിഡ്, ഞാൻ ഒരിക്കലും അതിന് വഴങ്ങില്ല. ഇതൊന്നും അറിയാതെ നീ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. പാവ ആന്റി അന്ന് മുതൽ കിടപ്പില. ഗൗതം, ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. നീ ഈ റേസിന് വിന്നിയെ ഓടിക്കണം. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് മാറിയത്. അതിൻ്റെ കാരണക്കാർ നിങ്ങളോടൊപ്പം നിന്ന് ഇവരാണ്. ഇവരാ എനിക്ക് പണം തന്നത്, നിനക്കും നിന്റെ മോനും വേണ്ടി. മൊയ്തുക്ക, നിങ്ങൾ
അതെ മോനെ, മുതലാളി ഞങ്ങളെ പിരിച്ചു വിട്ടപ്പോൾ തന്ന പണമാണ്. മോൻ മിന്നിയെ ഓടിക്കണം, ജയിക്കണം, രാഹുലിനെ സ്വന്തമാക്കണം. 40 കൊല്ലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എനിക്ക് വേണ്ടി പടച്ചോൻ അത് മടക്കി തരുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇവരുടെ ഈ സ്നേഹവും ബന്ധവുമായി എൻ്റെ മനസ്സ് മാറ്റിയത്. പിന്നെ കൊടയിൽ വെങ്കടേശ് എന്ന ഈ മുറിപ്പാടും. സഹായത്തിന് വേണ്ടി രാധികാവർമ്മയുടെ കാൽക്കൽ വീണവനാ ഞാൻ. അവരും എന്നെ ചതിക്കുകയായിരുന്നു. പുറമെ ഉണങ്ങിയെങ്കിലും അകം കരിഞ്ഞിട്ടില്ല. ആ സംഘത്തെ നീ തോൽപ്പിക്കണം. സാധാരണ സ്റ്റേക്സിലല്ല, ജാക്ക് പോട്ടിൽ തന്നെ. അതിനുള്ള എക്സ്ട്രാ എമൗണ്ട് മുഴുവൻ ഞാൻ മുടക്കും. കിട്ടിയാൽ കമ്മീഷൻ മാത്രമേ എനിക്ക് വേണ്ടൂ. ബാക്കി മുഴുവൻ ഞാൻ നിനക്ക് തരും. ഇനിയൊന്നും ആലോചിക്കണ്ട, ഒരുങ്ങിക്കൊള്ളൂ. നിങ്ങൾ തടയണം. ഗൗതം ഓടിക്കുന്ന കുതിരയുടെ ഉടമസ്ഥൻ ശരിക്കും നിങ്ങളല്ലേ? അല്ല, അന്ന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ചുരുങ്ങിയ വിലയ്ക്ക് ആ കുതിരയെ രേഖാമൂലം അവന് വിറ്റതായിട്ടാണ്. എങ്ങനെയായാലും ഈ സമയത്ത് ഗൗതം ഒരു ജാക്ക്പോട്ട് വിൻ ചെയ്താൽ പ്രശ്നമാണ്. എന്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾ മുഴുവൻ വേസ്റ്റ് ആവും. അങ്ങനെ വരില്ല മാഡം. വെങ്കടേഷ് ഒരിക്കലും അതിന് അനുവദിക്കില്ല. എന്താ സണ്ണി, ഡോക്ടർ വന്നില്ലേ? വന്നു. എന്നിട്ട് എവിടെ? എന്നെ ഇവിടെ ഇരുത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓഹോ. സാർ, നിങ്ങളൊക്കെ പറഞ്ഞിട്ടാ ഞാനിതിന് കൂട്ടി നിൽക്കുന്നത്. അവസാനം എന്തെങ്കിലും പേടിക്കണ്ടോ? ഡോക്ടർ എവിടേക്കാ കൊണ്ടുപോയത്? അകത്തേക്ക്. കർത്താവേ. ഹലോ ദേവരാജ്. ഹലോ. ഡോക്ടർ എവിടെ? പലതവണ ഞാൻ പറഞ്ഞിട്ടും അയാൾ അതിന് വഴങ്ങുന്നില്ല. എന്നിട്ട് സാർ, കൊല്ലല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യരുത്. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത് സാറേ, ഞാനൊരു പാവമാണ്. ആയിരുന്നുവെങ്കിൽ തനിക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. മുമ്പ് ആ കുതിരയെ എന്റെ ആളുകൾ വെടിവെച്ചതാണ്. വേണമെങ്കിൽ ഇപ്പോഴും എനിക്കത് എളുപ്പം സാധിക്കും. പക്ഷേ അവൻ ട്രാക്കിൽ വരണം, ജയിക്കാനാവാതെ ഓടി തളരണം. ആ ഒരു സഹായമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷേ സാർ, അത് ഡോക്ടർക്ക് അത് എളുപ്പം കഴിയും, ആരും സംശയിക്കില്ല. താനല്ലേ മുമ്പ് ആ കുതിരയെ ചികിത്സിച്ചത്? ഈ പാവം ചെയ്യാൻ എന്നെ. ഇല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടി വരും പാപം തന്നോട്. എന്തു പറയുന്നു?